നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ബസ് കാത്തുനിന്ന യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സുരേഷ് ഗോപിക്കെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വം. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമ പ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. മാട്ടുമലയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൃഷി ചെയ്ത പൂക്കൾ വിളവെടുത്തത്. കോടശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. മഹാത്മാ അയ്യങ്കാളി ജന്മദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ബസ് കാത്തുനിന്ന യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബസ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ച ഉടനെ ഇവർ ഒഴിഞ്ഞു മാറിയതും ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നതുമാണ് യാത്രക്കാരിക്ക് രക്ഷയായത്. ബുധനാഴ്ച രാവിലെ 8:30 ചൊവ്വല്ലൂർ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപമാണ് സംഭവം. പെരുമ്പിളിശ്ശേരി ഭാഗത്തുനിന്നും വന്ന ശില്പി ബസ്സാണ് നിയന്ത്രണം വിട്ടത്. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരികയായിരുന്നു സ്ത്രീ. സംഭവമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ ബസ് അവിടെ നിന്നും കൊണ്ടുപോയി. സുരേഷ് ഗോപിക്കെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വം. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമ പ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. സുരേഷ് ഗോപിക്കെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വം. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും വിലയിരുത്തൽ. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമ പ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ നീക്കമുണ്ട്. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നതിലൂടെ എന്തെങ്കിലും കടുത്ത നടപടിയല്ല സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പകരം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ കേന്ദ്രമന്ത്രിയെ നിയന്ത്രിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. ഒന്നുകിൽ സിനിമാ നടനാകുക, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്ന കേന്ദ്രമന്ത്രിയാകുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിയുടെ വാവിട്ട പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിന് വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ചിരുന്ന കൃഷ്ണദാസ് പക്ഷവും നിലവിൽ കൂടെ നിന്നില്ല എന്നതാണ് പ്രധാന കാര്യം. മാട്ടുമലയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൃഷി ചെയ്ത പൂക്കൾ വിളവെടുത്തത്. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിലെ പൂകൃഷി കെ രാമചന്ദ്രൻ MLA വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, പുതുക്കാട് CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി, കൊടകര ബ്ലോക്ക് കൃഷിവകുപ്പ് AD ഡോക്ടർ S സ്വപ്ന എന്നിവർ സംസാരിച്ചു. നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ ജന്മദിനം BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും BKMU ജില്ലാ സെക്രട്ടറിയുമായ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും BKMU ജില്ലാ സെക്രട്ടറിയുമായ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AIDRM മണ്ഡലം സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി
KS തങ്കപ്പൻ, AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ സ്വാഗതവും VA വിജയൻ നന്ദിയും രേഖപ്പെടുത്തി. VK കരുണാകരൻ, CM പ്രശാന്തൻ, PT കിഷോർ, സുനന്ദ ശശി, VR രാജൻ, VK അനീഷ്, അജീഷ് വെള്ളിക്കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. കോടിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിയും അട്ടിമറിക്കുന്ന LDF ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ കോടിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പരിപാടി KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KP ജെയിംസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നി വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV ആന്റണി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, ബ്ലോക്ക് മെമ്പർ ജിജോ ജോൺ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോസ് പുല്ലോക്കാരൻ എന്നിവർ പങ്കെടുത്തു. വിദ്യാധരൻ മാസ്റ്റർക്ക് ആറാട്ടുപുഴ കലാപ്രവാഹിനിയുടെ സ്നേഹാദരം. 2023 മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. ആറാട്ടുപുഴ ശ്രീമുരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് പുതുക്കാട് MLA KK രാമചന്ദ്രൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, സർവശ്രീ ജയരാജ് വാര്യർ, അഷ്ടമൂർത്തി പ്രിയാനന്ദനൻ, PK ഭരതൻ മാസ്റ്റർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മനോജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ K രവീന്ദ്രനാഥ്, പെരുവനം സതീശൻ മാരാർ തുടങ്ങിയ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ സംസാരിച്ചു. മഹാത്മാ അയ്യങ്കാളി ജന്മദിനം മട്ടത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് സെക്രട്ടറി CH സാദത്ത്, PC വേലായുധൻ, ലിനോ മൈക്കിൾ, ബാബു നെല്ലിക്കവിള, സോജൻ പടിഞ്ഞാറൻകാരൻ, ആൻഡു ചെമ്മിഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷാജു കൊല്ലാട്ടി, ജോൺസൺ വാസുപുരത്തുകാരൻ, ജോസഫ് വാലിയിൽ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഉസ്മാൻ മന്ത്രിക്കുത്ത്, പരമൻ കോടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗ്രഹിക്കുന്ന ആളുകളും ജനാധിപത്യ വിശ്വാസമുള്ള ആളുകളും എല്ലാ മനുഷ്യർക്കും തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അത്തരം ഒരു പ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭംഗിയായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായ സന്തോഷിനെയും അതുപോലെ തന്നെ PC വേലായുധനെയും മഹാത്മാ അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ആമ്പല്ലൂർ മണ്ഡലം ഓഫീസിൽ പുഷ്പാർച്ചനയും ജയന്തി ആഘോഷവും നടന്നു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സന്ദീപ് ആമ്പല്ലൂർ, പ്രജേഷ് കീളാത്ത്, മധുസൂദനൻ വെണ്ടൂർ, വിദ്യാധരൻ കോപ്പാട്ടിൽ, ബാബു കാളക്കല്ല് എന്നിവർ നേതൃത്വം നൽകി. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരതയിലെ പൂകൃഷി KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡംഗം ലിൻഡോ തോമസ് സ്വാഗതം ആശംസിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ബസ് കാത്തുനിന്ന യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
സുരേഷ് ഗോപിക്കെതിരെ BJP സംസ്ഥാന നേതൃത്വം. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമ പ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. മാട്ടുമലയിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൃഷി ചെയ്ത പൂക്കൾ വിളവെടുത്തത്. കോടശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആദരിച്ചു. മഹാത്മാ അയ്യങ്കാളി ജന്മദിനം മറ്റത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.